CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിട്ടുണ്ടായിരുന്ന ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഈസ്റ്റ് ബംഗാളിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ISL-അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ള ട്രാൻസ്ഫർ വിൻഡോയെ കുറിച്ചാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അഥവാ ഏപ്രിൽ 31 ഒഫീഷ്യലായിക്കൊണ്ട് ഇന്ത്യൻ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നല്ല ISL ഒരു ടീമുകൾക്കും ഒരു താരത്തെയും സൈൻ ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ മറ്റൊരു വിധത്തിൽ താരങ്ങളെ സൈൻ ചെയ്യാൻ എല്ലാ ടീമുകൾക്കും സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീ ഏജന്റ് ആയിട്ടുള്ള അഥവാ ഒരു ടീമിലും ഇപ്പോൾ ഇല്ലാത്ത താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഏതൊരു ക്ലബിന് അഥവാ ISL-ലെ ഏതൊരു ക്ലബിന് നിലവിൽ സാധിക്കുന്നതാണ്. മറിച്ച് കോൺട്രാക്ട് ഉള്ള ഒരു താരത്തെ പോലും ഇനി ഒരു ISL ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ താരമായിട്ടുള്ള ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കുറിച്ച് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും വിട്ടതിന് ശേഷം അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ തിളങ്ങിയതുപോലെയൊന്നും അദ്ദേഹത്തിന് ഈസ്റ്റ് ബംഗാൾ എഫ്സിയിൽ തിളങ്ങാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന അത്രയും പ്ലേയിങ് ടൈം അദ്ദേഹത്തിന് ഈസ്റ്റ് ബംഗാൾ എഫ്സിയിൽ ലഭിച്ചിട്ടുമില്ലായിരുന്നു. നിലവിലേതായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രകാരം ദിമിത്രിയോസ് ഡയമൻഡക്കോസും ഈസ്റ്റ് ബംഗാൾ എഫ്സിയും ഒരു പരസ്പര ധാരണയോടെ ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ചെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ക്ലബിലെ അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്കെല്ലാം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ബംഗാൾ എഫ്സി ഒരു പോസ്റ്റും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഗുഡ് ലക്ക് ദിമി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഏതായാലും ഇതോടുകൂടി ഈസ്റ്റ് ബംഗാൾ എഫ്സിയും ദിമിത്രിയോസ് ഡയമൻഡക്കോസും ഉള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ചുകൊണ്ട് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഈസ്റ്റ് ബംഗാൾ എഫ്സി വിട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.